ഗൈസ് നമ്മൾ വണ്ടിയായിട്ട് വീടെത്തി, ഒരു വിധത്തിൽ വീടെത്തി എന്ന് പറയുന്നത്. ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ഈ ബട്ടണിനൊക്കെ വണ്ടി കൺട്രോൾ ചെയ്യാം. അതിനകത്ത് വേറൊരു സാധനമുണ്ട്, സ്വിച്ചിലാണ് കളി മൊത്തം. യൂസ് ചെയ്ത് നിൽക്കുന്നത് മാമ ഇപ്പൊ ചത്തേനെ ഗൈസ്. ഈ ആൻറ്റിയിലൊന്നും ഇടിച്ചില്ലെങ്കിൽ നമുക്ക് സുഖമായിട്ട് വീടെത്താം. നമ്മൾ നന്ദിന്റെ വണ്ടിയിൽ പൊയ്ക്കൊണ്ടിരിക്കും. ഇതിന് ആക്സിലേറ്റർ ഒന്നും കൊടുക്കണ്ട, ആകെ ഇതിൻ്റെ അകത്ത് നോക്കാനുള്ളത് ബ്രേക്ക് മാത്രം ഹാൻഡിൽ ചെയ്യുക. അതെ, ബ്രേക്ക് മാത്രം നമ്മൾ നോക്കാനുള്ളത്. നമ്മൾ അതിൻ്റെ അകത്ത് ആക്സിലേറ്റർ കൊടുക്കേണ്ട ആവശ്യമില്ല, വണ്ടി തനിയെ പൊക്കോളൂ. ഞാൻ ബ്രേക്ക് പിടിച്ച് ചെയ്താൽ മാത്രം മതി. അഥവാ വണ്ടി നിർത്തണം, ഇവിടെ നിർത്തണം എന്നുള്ള സ്കീമാണെങ്കിൽ വണ്ടി ഓഫ് ചെയ്യണം. കണ്ട, ഈ ഒരു സ്വിച്ചിലാണ് കളി മൊത്തം. കണ്ട, എന്തിനാണ് നീ ഓഫ് ചെയ്തത്? കണ്ട, അവ അതിൻ്റെ കൂടെ ഓഫ് ചെയ്തു വണ്ടി നിർത്താനായിട്ട്. ഞാനിവിടെ ഈ ബ്രേക്ക് പിടിച്ച് വണ്ടി ഓടിക്കുന്ന ആക്സിലേറ്റർ ഓടിക്കാൻ ഗ്യാസ് പിടി പോകും വണ്ടി. മുമ്പേ ബ്രേക്ക് പിടിക്കാനും പറ്റത്തില്ല. ഇങ്ങനെയാണ് ഈ വണ്ടി പോകുന്നത്. ഈ വണ്ടിയുടെ ഒരു ആൻഡ്രസ് ഇങ്ങനെയാണ്. കണ്ടോ സ്പീഡ് ഉണ്ടോ ഗൈസ്? ചുമ്മാ അല്ല ഗൈസ്, എല്ലാം എന്താ എൻ്റെ പരിപാടിയാണ്. യൂസ് ചെയ്ത് നിൽക്കുന്നത് ഇതിൻ്റെ അകത്ത് ആക്സിലേറ്റർ കൊടുത്താൽ പോരും വണ്ടി. മാമ ഇപ്പൊ ചത്തേനെ ഗൈസ്. യെസ്, അവൻ്റെ കിണ്ടി വരെ പോയേനെ ഗൈസ്. നമ്മളിപ്പോൾ ഇനി അടുത്ത് എങ്ങോട്ടെന്ന് അറിഞ്ഞൂടാ, അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവരിവൻ്റെ ഗേൾ ഫ്രണ്ടായിട്ട് ചാറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവൻ എന്നെ ഓട്ടിക്ക് വരുത്തേക്ക്. അത് ഈ വണ്ടിയോ? ഇതിന് എന്താ വിളിക്കണം? ആക്രി വണ്ടി വിളിക്കണം. വീണ്ടും അടുത്ത ബ്ലോക്ക് വരുന്നു ഈ വണ്ടി. വീണ്ടും എന്താ ഊമ്പിക്കുന്നു ഗൈസ്. ബൈ ഗൈസ്. നമ്മളിതാ മൈൻഡ് വണ്ടിയായിട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മരുതപ്പുഴ വഴിയാണ് പോകുന്നത്. അപ്പോൾ ബ്ലോക്കൊന്നുമില്ല. പ്ലീസ്, എനിക്ക് പറ്റിയ റൂട്ടാണ്. കണ്ടോ, ആക്സിലേറ്ററും കൊടുക്കണ്ട, എമ്മാതിരി വൈബ് എന്നൊക്കെ പറഞ്ഞ ഗൈസ്. എന്താ പറയാ, ഈ വണ്ടി കയറ്റം കയറുമ്പോൾ ഇങ്ങനെ പോകുന്നുണ്ടോ? ഒന്നും ചെയ്യാനില്ല. പീസ് വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ ആക്സിലേറ്ററും കൊടുക്കണ്ട. ഇങ്ങനെ ഒരു യാത്ര, അതും സിറ്റിക്കകത്ത് ബ്ലോക്കിൻ്റെ ഇടയിൽ വരുമ്പോൾ ഒന്നും ചെയ്യണ്ട. വണ്ടി നിർത്തണവനും ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക വണ്ടി, പിന്നെ അടുത്ത് ഓൺ ആക്കുക, പിന്നെ ഓഫ് ചെയ്ത് കൊടുക്കുക, പിന്നെ ഇടയ്ക്ക് ബ്രേക്ക് കൺട്രോൾ ചെയ്യുക. ഇപ്പോൾ ഞാൻ ബ്രേക്ക് കുറച്ച്. ഇപ്പോൾ ഈ വണ്ടി ഞാൻ ഓവർടേക്ക് അടിക്കുക എന്നുള്ള വലിയ കാര്യമാണ് ഈ വണ്ടി സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ നമ്മളിതാ കയറ്റം ഇറങ്ങി പോവുക. ഇതിപ്പോൾ ഒരു ഇറക്കുക. ഇപ്പോൾ ഓഫ് ചെയ്ത് ഇപ്പോൾ വണ്ടി ഇങ്ങനെ പോയിക്കോളൂ. നീ പോകാൻ നേരത്തെ ഓണാക്കിയാണ്. കയറ്റം ഇറക്കം അത് അളിയൻ്റെ പുതിയ കണ്ടുപിടുത്തമാണ്. നമ്മളിപ്പോൾ കണ്ടുപിടിച്ച സാധനമാണ്. ഇതിപ്പോൾ ഈ വണ്ടി വന്ന് നമ്മൾ കൊല്ലും, പക്ഷെ നമ്മൾ ചത്തില്ല. അതാണ് നമ്മൾ എന്താ പറയുക, നമ്മുടെ ഒരു ക്യാപ്പബിലിറ്റി എന്നൊക്കെ പറയാം. ഞാൻ വണ്ടി വീണ്ടും ഓണാക്കാനായിട്ടാണ്. അതെ, ഈ വണ്ടി ഓടിക്കണമെങ്കിൽ സ്കില്ല് വേണം. ഇവിടുന്ന് ഒരു വണ്ടി വന്ന് നമ്മൾ ഇടിച്ചിട്ടില്ല, ഭാഗ്യം വന്നു. ഇപ്പോൾ ഒരു മൂണൊക്കെ ഉണ്ട് ഇവിടെ. നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക ഗൈസ്. മൈൻഡ് യാത്ര ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വേറെ പണിയൊന്നും ഇല്ല, എനിക്കും ഇല്ല പണി, അവനും ഇല്ല. മര്യാദയ്ക്ക് വീട്ടിൽ കിടന്നിറങ്ങി എന്നെ വിളിച്ചുകൊണ്ട് ചങ്കുവത്ത് പോയി. ഇപ്പോൾ തിരിച്ചു പോയൊരു കാര്യമുണ്ട്. വീട്ടിൽ പോയാൽ നമ്മുടെ കൊച്ചിൻ്റെ മോൻ്റെ എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ട്, ഫുഡ് കഴിക്കാം. യെസ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. ബാക്കി വീടെത്തിയിട്ട് കാണാം ഗൈസ്. നമ്മൾ വണ്ടിയായിട്ട് വീടെത്തി, ഒരു വിധത്തിൽ വീടെത്തി എന്ന് പറയുന്നത്. ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ഈ ബട്ടണിനൊക്കെ വണ്ടി കൺട്രോൾ ചെയ്യുക. ഈ ബട്ടണിനൊക്കെ കൺട്രോൾ ചെയ്യുക, പിന്നെ ഈ ബ്രേക്ക്, വേറെ ഒന്നും ചെയ്യണ്ട. ഇതാണ് നമ്മുടെ വണ്ടി. ഇതാണ് വണ്ടിയുടെ ഓണർ. ഇത് പറയാം അല്ലേ? ഒന്നും പറയണ്ട. ശരി ഗായ്സ്, നമ്മൾ വീടെത്തി. ഇപ്പോൾ ഫുഡ് കഴിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ബൈ.